ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിൻ്റർ റാൻ എന്ന പക്ഷിയെ പറ്റിയാണ്. വിൻ്റർ റാൻ പക്ഷി വളരെ ചെറിയ ഒരു വടക്കേ അമേരിക്കൻ പക്ഷിയാണ്. ഗ്ലോക്കോഡൈഡ്സ് ഹൈമാലിസ് സ്പീഷീസുകളിലാണ് ഈ പക്ഷികൾ ഉൾപ്പെടുന്നത്. പ്രധാനമായും ന്യൂ വേൾഡ് റാൻ കുടുംബമായ ട്രോഗ്ലോഡൈറ്റിഡയിലെ അംഗവുമാണ്. ബ്രിട്ടീഷ് കൊളംബിയ മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെയുള്ള കോണിഫറ വനങ്ങളിലാണ് ഇവ പ്രജനനം നടത്തുന്നത്. തെക്ക് കിഴക്കൻ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കിഴക്കൻ പകുതി, വടക്ക് കിഴക്കൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ഇത് ദേശാടനം ചെയ്യുകയും ശൈത്യകാലത്ത് അവിടെ ജീവിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും ഈ പക്ഷികളുടെ എണ്ണം കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഈ ജനുസിൻ്റെ ശാസ്ത്രീയ നാമം ഗ്രീക്ക് പദമായ ട്രോഗ്ലോഡൈറ്റ്സിൽ നിന്നാണ് എടുത്തത്. ഒരു ദ്വയത്തിൽ ട്രോഗിൾ എന്നും ഡെയിൽ എന്നതിൽ നിന്നും ഇഴയുക എന്നതിൽ നിന്നും ഗുഹയിൽ വസിക്കുന്നവൻ എന്നും അർത്ഥം. ഇത് ദ്വാരങ്ങളിൽ കൂട് കൂട്ടാനുള്ള പ്രവണതയോ അല്ലെങ്കിൽ കട്ടിയുള്ള കുറ്റിച്ചെടികളിൽ ശൈത്യകാലത്ത് മാത്രം കാണപ്പെടുന്ന ഗ്രൗണ്ട് ലീനുകളെയും സൂചിപ്പിക്കുന്നു. 1808 അമേരിക്കൻ പക്ഷിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വിൽസൺ വിൻ്റർ റാൻ പക്ഷിയെ വിവരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു. 1819 ഫ്രഞ്ച് പക്ഷിശാസ്ത്രജ്ഞനായ ലൂയിസ് പിയറി പിലോട്ട് വിൻ്റർ റാൻ പക്ഷിയെ വിവരിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഒരു പ്രത്യേക ഇനമായി കണക്കാക്കുകയും ട്രോഗ്ലോഡൈറ്റസ് ഹൈമാലിസ് എന്ന നിലവിലെ ദ്വിപദനാമം ഉപയോഗിക്കുകയും ചെയ്തു. വിൻ്റർ റാൻ പക്ഷികളുടെ ശരീരത്തിൻ്റെ പ്രകൃതി എന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ വാൽ പലപ്പോഴും പുറകിന് മുകളിലായി വളഞ്ഞിരിക്കും. ചെറിയ കഴുത്ത് ഒരു ചെറിയ തവിട്ട് പന്തിൻ്റെ രൂപം നൽകുന്നു. മുകളിൽ റൂഫസ് തവിട്ട്, താഴെ കൂടുതൽ ചാരനിറം, ചിറകുകളിലും വാലിലും പോലും ഇരുണ്ട തവിട്ട് നിറവും ചാരനിറവും കൊണ്ട് വരച്ചിരിക്കുന്നു. കൊക്ക് കടും തവിട്ട് നിറമാണ്. കാലുകൾക്ക് ഇളം തവിട്ട് നിറമാണ്. ഇളം പക്ഷികൾക്ക് വ്യക്തമായ വരകൾ കുറവാണ്. മിക്ക പക്ഷികളെയും അവയുടെ കണ്ണുകൾക്ക് മുകളിലുള്ള വിളറിയ പുരികങ്ങൾ വഴി തിരിച്ചറിയാൻ കഴിയുന്നു. ശൈത്യകാല റാൻ കൂടുതലും കൂട്ടുകൂടുന്നത് കോണിഫറസ് വനങ്ങളിലാണ്, പ്രത്യേകിച്ച് സ്പ്രൂസ് ഫിർ വനങ്ങളിലാണ്. അവിടെ അവയെ പലപ്പോഴും അതിൻ്റെ നീണ്ടതും ആവേശഭരിതവുമായ പാട്ടിലൂടെ തിരിച്ചറിയുന്നു. മരങ്ങളുടെ പുറംതൊലി, വീണ മരകഷ്ണങ്ങൾ തുടങ്ങിയവയിലുള്ള കീടങ്ങളെ ഭക്ഷിച്ച് ഈ പക്ഷികൾക്ക് മിതമായ തണുപ്പ് സമയത്തും മഞ്ഞുവീഴ്ചയുള്ള കാലാവസ്ഥയിൽ പോലും നിലനിൽക്കാൻ സാധിക്കുന്നു. കുറ്റിക്കാട്ടിൽ നിന്ന് കുറ്റിക്കാട്ടുകളിലേക്ക് പറക്കുമ്പോൾ അതിൻ്റെ ചെറിയ വൃത്താകൃതിയിലുള്ള ചിറകുകൾ ചലിക്കുന്നു. ശൈത്യകാലത്ത് അതിൻ്റെ ശാസ്ത്രീയ നാമം പോലെ തന്നെ ഇരുണ്ട ഒളിത്താവളങ്ങളിലും ഒതുങ്ങിയ ദ്വാരങ്ങളിലും പഴയ കൂടുകളിലും ഇവ കൂടുകൂട്ടുന്നു. പുല്ല്, പായൽ, ലൈക്കണുകൾ അല്ലെങ്കിൽ ഇലകൾ എന്നിവ കൊണ്ടുള്ള സാധാരണ വൃത്താകൃതിയിലുള്ള കൂട് ഒരു ഭിത്തിയിലെ ഒരു ദ്വാരത്തിലോ മരക്കൊമ്പിലോ പാറയിലോ കെട്ടിടത്തിൻ്റെ മൂലയിലോ ഉള്ള വിള്ളലിലോ ആണ് നിർമ്മിക്കുന്നത്. വെളുത്തതോ ചെറുതായി പുള്ളികളുള്ളതോ ആയ 5 മുതൽ 8 വരെ മുട്ടകളിടുന്നു. ശൈത്യകാലത്ത് ജീവിക്കുന്ന റാൻ പക്ഷികൾ പ്രധാനമായും ആർദ്രക്കൂടുകളെയാണ് ഭക്ഷിക്കുന്നത്. ചിലന്തികൾ, കാറ്റർപില്ലറുകൾ, മുതിർന്ന വണ്ടുകൾ, ഈച്ചകൾ എന്നിവയാണ് ഇഷ്ടപ്പെടുന്നത്. വിൻ്റർ റാൻ പക്ഷികൾ 4 മുതൽ 6 വർഷം വരെ ജീവിക്കുന്നു. എങ്കിലും ചില വിൻ്റർ റാൻ പക്ഷികൾ ശാന്തമായ കാടുകളിലും പൊളിഞ്ഞ മരച്ചില്ലകളിലും ഇവയ്ക്ക് സുരക്ഷിതമായ കൂട് ഉണ്ടാക്കാനാകുമ്പോൾ ആയുസ് കൂടുതൽ കിട്ടാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.